നമസ്കാരം. ബഹുജൻ സമാജ്വാദി പാർട്ടി MP ആയ റിതേഷ് പാണ്ഡെ BJPയിൽ ചേർന്നിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗറിൽ നിന്നുള്ള MP ആണ് റിതേഷ് പാണ്ഡെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിലെ ക്യാന്റീനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ ആ 7 MPമാരിൽ ഉൾപ്പെടുന്ന ഒരു MP കൂടിയാണ് റിതേഷ് പാണ്ഡെ എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. BSPയുടെ പ്രാഥമിക അംഗത്വം രാജിവെക്കുകയാണെന്ന് വ്യക്തമാക്കുന്ന രാജിക്കത്ത് റിതേഷ് തന്റെ X പ്ലാറ്റ്ഫോമിലൂടെയാണ് പങ്കുവച്ചിരിക്കുന്നത്. പാർട്ടി യോഗങ്ങൾക്ക് തന്നെ വിളിക്കാറില്ല എന്നും അധ്യക്ഷയായ മായാവതിയെ കാണാൻ പല തവണ ശ്രമിച്ചിട്ടും അതിന് സാധിച്ചിട്ടില്ല എന്നും റിതേഷ് രാജിക്കത്തിൽ പറയുന്നു. വൈകാരികമായി ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും തന്റെ സേവനം BSP എന്ന പാർട്ടിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് താൻ അവിടെ നിന്നും പടിയിറങ്ങുന്നത് എന്നുകൂടി റിതേഷ് പാണ്ഡെ പറയുന്നുണ്ട്. അതേസമയം തന്നെ റിതേഷിന് മറുപടിയുമായി BSPയുടെ അധ്യക്ഷ മായാവതി ഉടൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ സമയം ചിലവഴിക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ് എന്നും സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചാടി ഇറങ്ങിയാൽ ഒരിക്കലും ലോക്സഭയിലേക്ക് ടിക്കറ്റ് നൽകുന്നത് സാധ്യമല്ല എന്നുകൂടി മായാവതി പറഞ്ഞു വെക്കുന്നു. എന്തായാലും രണ്ടുപേരുടെയും പ്രതികരണങ്ങളിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റിതേഷ് പാണ്ഡെക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് തന്നെയാണ് അദ്ദേഹം BSPയിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത്. റിതേഷ് പാണ്ഡെ എന്ന BSPയുടെ പാർലമെന്റേറിയനെ കുറിച്ച് പ്രത്യേകമായി തന്നെ പരാമർശിക്കേണ്ടതുണ്ട്. കാരണം ലണ്ടനിലെ യൂറോപ്യൻ ബിസിനസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ റിതേഷ് പാണ്ഡെ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയരായ MPമാരിൽ ഒരാളാണ്. ഒരു ദേശീയ പാർട്ടിയെ ലോക്സഭയിൽ നയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവ് എന്ന ബഹുമതിയും ഈ 42 വയസ്സുള്ള പാണ്ഡെയ്ക്ക് അവകാശപ്പെട്ടതാണ്. രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച റിതേഷ് പാണ്ഡെയുടെ പിതാവ് രാകേഷ് പാണ്ഡെയും അംബേദ്കർ നഗറിൽ നിന്നും ഇതിനു മുൻപ് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജലാൽപൂരിൽ നിന്നും ജയിച്ച റിതേഷ് 2019 പിതാവ് ജയിച്ച അതേ അംബേദ്കർ നഗർ മണ്ഡലത്തിൽ നിന്നും 95,880 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് ലോക്സഭയുടെ കയറിയത്. സഭയിൽ 93% ഹാജരുള്ള ഒരു MP കൂടിയാണ് റിതേഷ് പാണ്ഡെ. പാർട്ടിയുടെ സഭാ നേതാവ് കൂടിയായതിനാലാകണം കഴിഞ്ഞ 5 വർഷം വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചകളിൽ 135 തവണ റിതേഷിന്റെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങി കേട്ടിരുന്നു. ഇക്കാര്യത്തിൽ UPയിലെ ലോക്സഭാ MPമാരുടെ ശരാശരി വെറും 60.2 മാത്രമാണ് എന്നറിയുക. ഈ കാലയളവിനുള്ളിൽ 235 ചോദ്യങ്ങളാണ് റിതേഷ് ചോദിച്ചിട്ടുള്ളത്. UPയിലെ MPമാർ ചോദിച്ച ചോദ്യങ്ങളുടെ ശരാശരി എന്ന് പറയുന്നത് 151 മാത്രമാണ്. 4 സ്വകാര്യ ബില്ലുകൾ കൂടി അവിടെ അവതരിപ്പിക്കാൻ റിതേഷ് പാണ്ഡെയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഏറ്റവും സമർത്ഥനായ ഒരു പാർലമെന്റേറിയൻ തന്നെയാണ് റിതേഷ് പാണ്ഡെ എന്നതാണ്. അതേ റിതേഷ് പാണ്ഡെയ്ക്കാണ് BSPയിൽ നിന്നും അവഗണന നേരിടുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിൽ നിന്നും പടിയിറങ്ങി പോരേണ്ടി വന്നിട്ടുള്ളത്. ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു MPയെ കൈവിട്ട BSPയുടെ ഗതി ഇനി എന്താകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും മോദി അന്ന് പാർലമെന്റിൽ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത MPമാരിൽ ഒരാളാണ് റിതേഷ് പാണ്ഡെ എന്നതുകൊണ്ട് തന്നെ കേരളത്തിലും ഇതിന്റെ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം ആ വിരുന്നിൽ കൊല്ലത്ത് നിന്നുള്ള MP ആയ NK പ്രേമചന്ദ്രൻ കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം BJPയിലേക്ക് പോകുമെന്ന തരത്തിലുള്ള വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അടുത്ത കേന്ദ്രമന്ത്രി പ്രേമചന്ദ്രനാണ് എന്ന തരത്തിൽ പോലും കേരളത്തിൽ ആ സമയത്ത് ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും BJPയിലേക്ക് ഇപ്പോൾ ചേക്കേറിയിരിക്കുന്നത് BSPയുടെ MP ആണ് എങ്കിൽ പോലും കേരളത്തിൽ വരും മണിക്കൂറുകളിൽ ഈ വാർത്ത സജീവ ചർച്ചയാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് പ്രേമചന്ദ്രൻ ഇഫക്റ്റിന്റെ പേരിൽ തന്നെയായിരിക്കും. ഈ 7 MPമാരിൽ ഒരാൾ BJP പാളയത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആ വിരുന്നിൽ പങ്കെടുത്ത പലരും ഇനി അങ്ങോട്ട് പോകാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് കൂടിയാണ് ഇത് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നുമുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്നും ആ ഒരു ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയട്ടെ, ആ ഒരു അവസരം കിട്ടിയത് പ്രേമചന്ദ്രൻ തന്നെയായിരുന്നു. മികച്ച പാർലമെന്റേറിയൻ ആയതുകൊണ്ട് തന്നെയാണ് മോദിയുടെ വിരുന്നിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. പക്ഷേ ഇതിന് പിന്നാലെ വരുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ഇനി എങ്ങനെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രതിഫലിക്കുക എന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.